മുഹമ്മദ് നിഹാൽ കോഴിക്കോട് സ്വദേശി. ബംഗളൂരുവിൽ നിന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് MDMA കടത്തുന്ന സംഘത്തിന്റെ തലവൻ. ഇന്നലെ വിദേശത്ത് നിന്ന് ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് തടഞ്ഞുവെക്കുകയായിരുന്നു. തിരുവനന്തപുരം പാറശാല പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ഇയാൾ പിടിയിലായ വിവരമറിഞ്ഞ് പാറശാല പോലീസ് ചെന്നൈയിലെത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ബംഗളൂരുവിൽ നിന്ന് ലഹരിമരുന്നുമായി എത്തിയ പാറശാല സ്വദേശി അനുവിനെയും മുട്ടത്തറ സ്വദേശി ശ്രീജിത്തിനെയും അമരവിളയിൽ നിന്ന് പാറശാല പോലീസ് പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് 47 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. ഇവരിൽ നിന്നാണ് മുഹമ്മദ് നിഹാൽ എന്ന ലഹരിക്കടത്ത് സംഘത്തലവനെ പറ്റി പോലീസിന് വിവരം ലഭിച്ചത്. ഇയാൾ ബംഗളൂരു കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഹരിമരുന്ന് വിതരണം ചെയ്യുന്ന ആളാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ മുഹമ്മദ് നിഹാൽ വിദേശത്തേക്ക് കടന്നു. തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇയാൾ ചെന്നൈയിലേക്കെത്തും എന്ന വിവരത്തെ തുടർന്ന് പാറശാല SHO സജിയുടെ നിർദ്ദേശപ്രകാരം SI ദീപുവും പോലീസ് സംഘവും ചെന്നൈയിലെത്തിയിരുന്നു. വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചതോടെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വിദേശത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ലഹരിമരുന്ന് എത്തിച്ചു നൽകുന്ന കണ്ണികളുമായി മുഹമ്മദ് നിഹാലിന് ബന്ധമുണ്ട്. ഈ ശൃംഖലയിൽ കൂടുതൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായി പാറശാല പോലീസ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.